ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം മെമ്മറി വയർ ഉപയോഗിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കാം. ഒരു സ്പ്രിംഗ് ബാങ്കിൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല ഉള്ളത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ചെയ്തെടുക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു മെമ്മറി വയർ ഉപയോഗിച്ചിട്ട് ഒരു മാല ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയുള്ള സ്റ്റോണിൻ്റെ ബോൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. ബീഡ്സാണ് കേട്ടോ, ഹോളുള്ള ബീഡ്സാണ്. പിന്നെ ഒരു 8 mm വരുന്ന വൈറ്റ് ബീഡ്സ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു ചെയിൻ, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മാല ചെയ്യാൻ പറ്റുന്ന ഏതൊരു ചെയിനും എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ എടുക്കുന്നത് ഇതുപോലുള്ള ജംപ് റിങ്സും അതുപോലെ തന്നെ ലോബ്സ്റ്റർ ലോക്കുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ടൂൾസ് ആയിട്ടുള്ള ഒരു റൗണ്ട് നോസ് പ്ലെയറും അതുപോലെ തന്നെ കട്ടറുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മെയിനായിട്ട് ഈ ഒരു 2 ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മെമ്മറി വയർ ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ റിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല കുറച്ചുകൂടി ചെറിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഒരെൻഡ് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. ബെൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വലിപ്പത്തിലുള്ള ലൂപ്പ് ചെയ്യാതെ കുറച്ച് ചെറിയ ലൂപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് ബലം കൊടുത്ത് പ്രസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചെയിൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് എന്തായാലും ചെയിനിൽ ഇങ്ങനത്തെ കണ്ണികൾ ഉണ്ടാവും. മാക്സിമം നമുക്കിങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവിടെ ലോക്ക് ചെയ്ത് വെക്കുക. നന്നായിട്ട് പ്രസ് ചെയ്യണം. ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും എന്ത് വരും, അവിടെ ആ ഒരു ചെയിന് അഴിഞ്ഞു പോരും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോണിൻ്റെ ബോൾസ് മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കളർ ബീഡ്സോ ഏതൊരു ടൈപ്പ് ഓഫ് ബീഡ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ കളർഫുള്ളായിട്ട് വരുന്ന പേസ്റ്റൽ ബീഡ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും പാറ്റേൺ വരുന്ന ബീഡ്സൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നെയിം ബീഡ്സ് ഉണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കുട്ടികൾക്ക് ചെയ്യുമ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെയിനിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് തന്നെ മാല ചെയ്തെടുക്കാം. ഓക്കെ, അതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ഷെയർ ചെയ്യാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബീഡ്സ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി കളിക്കും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, B7000 6000 അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഗം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഗം ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ദയവ് ഇത് കോൾ ചെയ്യരുത്, വാട്സപ്പിലും കോൾ ചെയ്യരുത്, നോർമൽ കോളും ചെയ്യരുത്. എന്താ പറയുക, നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക്, വാട്സപ്പിൻ്റെയും കാറ്റലോഗിൻ്റെ ഒക്കെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നുള്ള അപ്ഡേറ്റ്സ് എല്ലാം പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മളത് ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാ മെമ്മറി വയർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമ്മൾ മുന്നേ ചെയ്ത അതേ പ്രൊസീജിയർ, നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്ലെയർ വെച്ചിട്ട് മെമ്മറി വയർ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ബെൻഡ് ചെയ്തിട്ട് ആ ഒരു ചെയിൻ അതിൽ ആഡ് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെയും അതുപോലെ തന്നെ ഫ്രീ കിറ്റിൻ്റെ ഒക്കെ കാര്യം നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിലെല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ്, ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് ചെയ്യുന്ന മേക്കിംഗ് വീഡിയോസ് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് വേണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർക്കിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ലോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്.
പിന്നെ ഈ മാലയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ലെങ്ത്ത് വേണം അതിനനുസരിച്ച് നിങ്ങൾ ലെങ്ത്ത് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നെക്കിൽ ചേർന്ന് കിടക്കണോ ഇറങ്ങി കിടക്കണോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആയിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. മെമ്മറി വയർ നമ്മൾ ഒരുപാട് ബെൻഡ് ചെയ്താലും അത് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കാം, പക്ഷേ കുറച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ആ ഒരു ചെയിന് ഇപ്പോൾ ഞാനിവിടെ ഒറ്റ ചെയിൻ എടുത്തിട്ട് സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ആ ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ചെയിൻ്റെ ലെങ്ത്ത് എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് നമുക്കതിൻ്റെ എൻഡിൽ എന്താ പറയുക കണക്റ്റേഴ്സ് ലോക്ക് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ജംബ് എടുത്തിട്ട് നമ്മളൊരു ലോബ്സ്റ്റർ ലോക്കാണ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എസ് ഹുക്ക് ഉണ്ടല്ലോ, എസ് ഹുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു ജംബറിങ് വെച്ച് ആ ഒരു ലോക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എസ് ഹുക്ക് വെച്ച് ചെയ്യുമ്പോഴും ഇതേ പ്രൊസീജിയറാണ്. ജംബറിങ്സ് വെച്ചിട്ട് രണ്ട് സൈഡിലും ജംബറിങ്സ് കൊടുക്കുക. അതിൽ എന്നിട്ട് ഒരു ലോബ്സ്റ്റർ ലോക്ക് എന്താ പറയുക എസ് ഹുക്ക് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇനി ഇതേപോലെ ഒരു കണക്റ്റിംഗ് ചെയിൻ എടുത്തിട്ട്, കണക്റ്റിംഗ് ചെയിൻ നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു കണക്റ്റിംഗ് ചെയിൻ എടുത്താൽ മതി. അതിനുശേഷം അതും ഒരു ജംബറിങ് വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കറക്റ്റായിട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് പ്രസ് ചെയ്താൽ എന്താ പറയുക പ്രസ്സാവും, പക്ഷെ എപ്പോഴും ഫ്ലാറ്റ് നോസ് പ്ലെയറോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ പ്ലെയർ ഉണ്ടല്ലോ അത് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്ന ചെയിൻ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കാരണം അതിപ്പോൾ ഒരുപാട് ലെങ്ത്തിൽ കൊടുക്കണമെന്നില്ല, കുറച്ച് ലെങ്ത്തിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മെമ്മറി വയർ ഉപയോഗിച്ചിട്ട് ഒരു മാല ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെഡ് പിന്ന് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു കർവ് ഷേപ്പ് കിട്ടുക നമ്മൾ ഈ ഒരു മെമ്മറി വയർ പോലെയുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു സെയിം മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെയും പറയുകയാണ്, ദയവേത് കോൾ ചെയ്യരുത്, നമ്മൾ കാറ്റലോഗ് അയച്ചു തരും. കാറ്റലോഗിൽ എല്ലാ പ്രൈസ് ഡീറ്റെയിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഗീവ് അവേയുടെയും ഫ്രീ കിറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്